മറ്റെല്ലാ സംഘടനകളും സമൂഹത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കാഴ്ചയില്ലാത്ത സമൂഹത്തിന് വേണ്ടി ഇന്നേ വരെ ഇവർക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഈ അവസരത്തിലാണ് നമ്മൾ തന്നെ ഒരു വീട് കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് കേരള സംസ്ഥാനത്തിലെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയധികം കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഭവന സമുച്ചയം ഇവിടെ നിലവിൽ വരുന്നത്. കാഴ്ചയില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് പുളിക്കൽ ജിഫ്ബി ക്യാമ്പസിൽ സ്നേഹഭവനം ഒരുങ്ങുന്നു. കാഴ്ചപരിമിതരായ നിർധന കുടുംബങ്ങൾക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള കാഴ്ചപരിമിത സൗഹൃദ ഭവന പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് മാത്രമായി ഭവന പദ്ധതി ഒരുങ്ങുന്നത്. കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനത്തിനായി 4 നൂറ്റാണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അസബാഹ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡാണ് സ്നേഹഭവനങ്ങൾ നിർമ്മിക്കുന്നത്. കാഴ്ചയില്ലാത്തവരുടെ പഠന പരിശീലന കേന്ദ്രമായ ജിഫ്ബി അഥവാ ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ്സ് കോംപ്ലക്സിലാണ് ഈ ഭവന സമുച്ചയം നിർമ്മിക്കുന്നത്. ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ചെയർമാനായ ജിഫ്ബി ക്യാമ്പസിൽ കാഴ്ച പരിമിതർക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. കാഴ്ച പരിമിതരുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ഭവന പദ്ധതിയുടെ കുറ്റിയടിക്കൽ കർമ്മം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നിർവഹിച്ചു. പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അസബാഹ് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ജനറൽ കൺവീനർ പി.വി. ഹസൻ സിദ്ദിഖ് ബാബു പറഞ്ഞു. ഈ വീട് നിർമ്മാണം ഈ കാഴ്ച പരിമിതരായിട്ടുള്ള സഹോദരന്മാർക്കിടയിൽ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുന്ന പല സഹോദരന്മാരും വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, അതേപോലെ തന്നെ അവരെ നോക്കാൻ ആളില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഇവിടെ വന്ന് താമസിക്കാനും അവരുടെ ജീവിത അവസാനം വരെ ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ വീടുകൾ വിഭാവനം ചെയ്യുന്നത്. ഇത് കേരള സംസ്ഥാനത്തിലെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയധികം കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഭവന സമുച്ചയം ഇവിടെ നിലവിൽ വരുന്നത്. ഇത് ഞങ്ങൾ തീർത്തും കാഴ്ച പരിമിതരുടെ അവർക്ക് ഒരു പ്രയാസവും കൂടാതെ സഞ്ചരിക്കാനും അതേപോലെ തന്നെ ഒരു തട്ടലും മുട്ടലും ഒന്നും കൂടാതെ അവർക്ക് വീടിൻ്റെ അകത്തും പുറത്തും സഞ്ചരിക്കാൻ തക്ക വിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വീട് ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 12 വീടുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞങ്ങളതിൻ്റെ പ്രാരംഭമായിട്ട് 4 വീടുകളുടെ പ്രവർത്തനമാണ് തുടങ്ങിയിട്ടുള്ളത്. ചടങ്ങിൽ എം.എൽ.എ. ടി.പി. അഷ്റഫ് അലി, പി.വി. മൂസ, അഡ്വൈസറി ബോർഡ് സ്റ്റേറ്റ് വൈസ് ചെയർമാൻ പി.വി. അഹമ്മദ് സാജു, എഞ്ചിനീയർ ഇബ്രാഹിം, പി.എ. കരീം മാസ്റ്റർ, സെക്രട്ടറി പി. മുഹമ്മദ് മുസ്തഫ മാസ്റ്റർ, ഇസ്മായിൽ പള്ളിക്കൽ ബസാർ, വി.പി. ബഷീർ മാസ്റ്റർ, മുനീബ് മാസ്റ്റർ, പി.വി. അഹമ്മദ് സാജു, ഗഫൂർ മാസ്റ്റർ, അൻവർ ചാലിയും തുടങ്ങിയവർ പങ്കെടുത്തു. കാഴ്ചയില്ലാത്ത നിർധനർക്ക് കുടുംബത്തോടെ ഈ വീട്ടിൽ താമസിക്കാമെന്ന് അസബാഹ് പ്രസിഡന്റ് കരീം മാസ്റ്റർ പറഞ്ഞു. കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി 4 നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന അസബാഹ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിൻ്റെ ഭാഗമായ ജിഫ്ബി കോംപ്ലക്സിൽ കാഴ്ചയില്ലാത്തവർക്കായി 12 വീടുകൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീട് നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം മറ്റെല്ലാ സംഘടനകളും സമൂഹത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കാഴ്ചയില്ലാത്ത സമൂഹത്തിന് വേണ്ടി ഇന്നേ വരെ ഇവർക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഈ അവസരത്തിലാണ് നമ്മൾ തന്നെ ഒരു വീട് കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് നിർമ്മിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷപ്രദമായി കഴിച്ചുകൂട്ടാനാണ് ഈ വീട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ സംഘടനകളുടെയും മറ്റ് വ്യക്തികളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും സഹകരണങ്ങൾ പാവപ്പെട്ട കാഴ്ചയില്ലാത്ത സഹോദരങ്ങളുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സഹായം വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് എയർ 1.